സാർ, ശബരിമലയിൽ സ്വർണം കട്ട മുഴുവൻ ആളുകളും നിയമത്തിന്റെ മുമ്പിൽ വരണമെന്നതാണ് സർക്കാരിന്റെ നിലപാട്. ആ നിലപാട് ആവർത്തിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സഭയിലും സഭയ്ക്ക് പുറത്തും വ്യക്തമാക്കിയിട്ടുള്ളതാണ് എത്രയോ തവണ. എന്താണ് സാർ പ്രതിപക്ഷത്തിന്റെ നിലപാട്? തന്ത്രിയെ ഒഴിവാക്കണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. സാർ, തന്ത്രിക്ക് ശബരിമലയിലെ സ്വർണ്ണക്കേസ് കൊള്ളക്കേസിലെ പ്രതികളിൽ ഒരാളായ തന്ത്രിക്ക് എന്ത് വിശേഷമാണുള്ളത് സാർ? പ്രതിയാണ് എന്ന് മറ്റെല്ലാ പ്രതിയെയും പോലുള്ള അവകാശമേ തന്ത്രിക്കുമുള്ളൂ. തന്ത്രിക്ക് എന്ത് പ്രത്യേക അവകാശമാണുള്ളത് സാർ? തന്ത്രിക്ക് 2 വക്കീലന്മാർ പുറത്തുണ്ട്. സഭയ്ക്ക് പുറത്ത് 2 വക്കീലന്മാരുണ്ട്. BJPയുമുണ്ട്, UDFുമുണ്ട്. സഭയ്ക്കകത്ത് BJP ഇല്ലാത്തത് കൊണ്ട് ആ BJPക്ക് വേണ്ടി കൂടിയുള്ള വക്കാലത്ത്, തന്ത്രിയുടെ വക്കാലത്ത് പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണ്, UDF ഏറ്റെടുത്തിരിക്കുകയാണ്. സാർ, വീണ്ടും തന്ത്രിയെ മുൻനിർത്തി തെരുവിലിറങ്ങാൻ ഉള്ള ഒരു സുവർണാവസരമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെയാണ് ശ്രീധരൻപിള്ള വെളിപ്പെടുത്തിയത് തന്റെ ഉപദേശപ്രകാരമാണ് തന്ത്രി പ്രവർത്തിച്ചത് എന്ന്. ഇന്നലെ അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോഴല്ലേ നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. സാർ, അന്ന് ആ സുവർണാവസരം ഒരുമിച്ച് മുതലെടുത്തവരാണിവർ. സാർ, അന്ന് കൊടി മടക്കി അവരുടെ പിന്നാലെ പോകാൻ ആഹ്വാനം ചെയ്തത് ഇവരുടെ KPCC പ്രസിഡന്റാണ്. സാർ, മുസ്ലിം ലീഗ് നാരങ്ങ വെള്ളം കലക്കി കാത്തിരിക്കുകയാണ് സാർ BJPക്കാർക്കൊന്ന് വെള്ളം കലക്കി കൊടുക്കാൻ. ഒരു നാണവുമില്ലാതെ, ക്ഷമിക്കണം സാർ, ഞാൻ ആ വാക്ക് പിൻവലിച്ചു, ലജ്ജയുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ BJPക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുത്തവരാണ് സാർ ലീഗുകാർ. അവർ വീണ്ടും നാരങ്ങ വെള്ളം കലക്കി വെച്ച് അവിടെ പുറത്ത് കാത്തിരിക്കുകയാണ്. സാർ, ഇന്ന് വന്ന വാർത്തയുണ്ട്. ഇന്നത്തെ വാർത്ത എന്താണ്? അസമിലെ PCC പ്രസിഡന്റ് ഭൂപൻ ബോറ BJPയിൽ പോയി എന്നാണ് വാർത്ത. ആസാമിലെ BJP പ്രസിഡന്റ് ഭൂപൻ ബോറ BJPയിൽ പോയിരിക്കുന്നു. ഈ ഇരിക്കുന്നവരിൽ എത്ര പേർ നാളെ കോൺഗ്രസിലുണ്ടാവും, UDFിലുണ്ടാവും എന്നതിന് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ സാർ? വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? ഓരോ ദിവസവും PCC പ്രസിഡന്റ് മുതലുള്ള ആളുകൾ BJPയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവർ നാരങ്ങ വെള്ളവും കലക്കി കാത്തിരിക്കുന്നത്. സാർ, ഇത് രാഷ്ട്രീയ ഉപജാപമാണ്. ഈ രാഷ്ട്രീയ ഉപജാപം കേരളം ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പ്രശ്നം ശബരിമലയിലെ സ്വർണം കട്ടവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നതാണോ, അതോ സ്വർണം കട്ടവരിൽ ഞങ്ങളുടെ ആളുകളെ ഒഴിവാക്കണം എന്നതാണോ? വാജിവാഹനം ഉൾപ്പെടെയുള്ളവയിൽ നടന്ന ക്രമക്കേട്, ആ ക്രമക്കേടിലും കൊള്ളയിലും UDFിന്റെ ഭരണസമിതിക്ക് പങ്കുണ്ട് എന്ന കാര്യം ഞാൻ നേരത്തെ ഈ സഭയിൽ പറഞ്ഞു. ഇഹലോകത്തും പരലോകത്തുമുള്ള ആളുകൾക്ക് പങ്കുണ്ട് എന്ന കാര്യം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസുകാരായ UDFുകാരായിട്ടുള്ള ആളുകൾക്ക്. അതാണിപ്പോ നിങ്ങൾ തന്ത്രിക്ക് വേണ്ടി രംഗത്ത് വരാൻ കാരണം. നിങ്ങളും BJPയും തന്ത്രിയെ മുൻനിർത്തി ഒരുമിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ആവാമെങ്കിൽ ഞങ്ങൾ സഭയുടെ അവകാശം ഞങ്ങൾ സഭയുടെ അവകാശം സാർ, അതുകൊണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ കേരളം അറിയാൻ വേണ്ടി പറയാണ് സാർ, ഇന്ന് പ്രധാനപ്പെട്ട 5 ബില്ലുകൾ ഈ സഭയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. സാർ, ഓടിയിടുന്നത് കറക്റ്റാണ്. കാരണം പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി ഈ കേരളം എടുക്കുന്ന നിലപാടിന്റെ ഭാഗമായി സാർ ആക്ടിവിറ്റി കാർഡിന്റെ ബില്ല് അവതരിപ്പിക്കുന്ന ദിവസം ഈ തർക്കം ഉണ്ടാക്കുന്നത് BJPയെ സഹായിക്കാനാണ് സാർ. ഇത് ശരിയല്ലാത്ത കാര്യമാണ് സാർ. ആക്ടിവിറ്റി കാർഡ് ബില്ല് അവതരിപ്പിക്കുന്ന, കേരളീയർ അഭിമാനം കൊള്ളുന്ന ബില്ല് അവതരിപ്പിക്കുന്ന ദിവസം എന്തിനാണ് സാർ ഈ തർക്കം? BJPയെ സഹായിക്കാനാണ് സാർ. ചോദ്യം നമ്പർ 181 ശ്രീ അനൂപ് ജേക്കബ്, നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 182 ശ്രീ റോജി M. ജോൺ, നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 183 ശ്രീ അൻവർ സാദത്ത്, നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 184 ശ്രീ KU ജനീഷ് കുമാർ, ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി. യെസ് മിനിസ്റ്റർ, പ്ലീസ് മിനിസ്റ്റർ, പ്ലീസ് അവരവിടെ ഇരുന്നോട്ടെ. പ്ലീസ്, ട്രഷറി ബെഞ്ചിൽ അംഗങ്ങളോട് ഇരിക്ക്. ക്വസ്റ്റ്യൻ അവർ നടക്കട്ടെ. പ്ലീസ്. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി സംസ്ഥാനങ്ങളിലെ
കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ്ജ കാര്യക്ഷമത വിലയിരുത്തി പ്രസിദ്ധീകരിക്കുന്ന ദേശീയ ഊർജ്ജ കാര്യക്ഷമതാ സൂചികയിൽ ഗ്രൂപ്പ് 3 വിഭാഗത്തിൽ കേരളത്തിന് 1ാം റാങ്ക് ലഭിച്ചു. 23-24 കാലയളവിൽ ദേശീയ ഊർജ്ജ കാര്യക്ഷമതാ സൂചികയിൽ ഗ്രൂപ്പ് 2 വിഭാഗത്തിൽ കേരളത്തിന് പുരസ്കാരം ലഭിച്ചു.